ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. 10-10 എന്ന സീരീസിന്റെ 31ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ആദ്യ ചോദ്യം: ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? ഓപ്ഷൻസ്: സെക്രട്ടറി ജനറൽ, പ്രസിഡന്റ്, കമ്മീഷണർ, വൈസ് ചെയർമാൻ. ശരിയുത്തരം ഓപ്ഷൻ എ, സെക്രട്ടറി ജനറൽ ആണ്. രണ്ടാമത്തെ ചോദ്യം: അക്കാമ ചെറിയാൻ എന്ന പുസ്തകം എഴുതിയത് ആരെ? ഓപ്ഷൻസ്: ടോണി മാത്യു, എം നിസാർ, ആർ പാർവതി ദേവി, THP ചെന്താരശ്ശേരി. ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, ആർ പാർവതി ദേവിയാണ്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്തായിരുന്നു? ഓപ്ഷൻസ്: ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണോ, അതോ നികുതി പിരിവിനെ സഹായിക്കാൻ കമ്പോളങ്ങളിൽ പട്ടാളക്കാരെ നിയോഗിച്ചതുകൊണ്ടാണോ, കുറുമ്പ്രനാട് രാജാവിനെ കോട്ടയം പ്രദേശം പാട്ടത്തിനു നൽകിയത് കൊണ്ടാണോ, അതോ ടിപ്പു സുൽത്താന്റെ പതനം കാരണമാണോ? ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം കാരണമായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറിയായ ഡാറാസ് മെയിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏതു വർഷത്തിലാണ്? ഓപ്ഷൻസ്: 1800, 1859, 1850, 1900. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, 1859. ആഗമാനന്ദ സ്വാമി അന്തരിച്ച വർഷം ഏത്? ഓപ്ഷൻസ്: 1973, 1958, 1961, 1968. ശരിയുത്തരം ഏതാ? ഓപ്ഷൻ സി ആണ്, 1961. പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ്: കോട്ടയം, പാലക്കാട്, വയനാട്, ഇടുക്കി. ശരിയുത്തരം ഓപ്ഷൻ സി, വയനാടാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏത്? ഓപ്ഷൻസ്: കക്കാട്, മണിയാർ, കുറ്റ്യാടി, ഇടുക്കി. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, മണിയാർ. എട്ടാമത്തെ ചോദ്യം: ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻസ്: തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്. നിങ്ങൾക്കെല്ലാം അറിയുമായിരിക്കും, ഓപ്ഷൻ ബി ആണ് നമ്മുടെ കേരളം. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻസ്: കോഴിക്കോട്, മൈസൂർ, കൊച്ചി, ടോണ്ടി പോയിന്റ്, ഡിണ്ടിഗൽ, കൊട്ടാരക്കര, സേലം, ഇടപ്പള്ളി. ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, കൊച്ചി, ടോണ്ടി പോയിന്റ്. പത്താമത്തെ ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ബോക്സിംഗ് റഫറി ആരാണ്? ഓപ്ഷൻസ്: റസിയ ഷബ്നം, മേരി കോം, നോറ ജോൺസ്, സീമ ആൻഡ് ലേ. ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, റസിയ ഷബ്നം. എത്ര ചോദ്യങ്ങൾ ശരിയായി എന്ന് നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. തെറ്റിയ ചോദ്യങ്ങൾ എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത സെറ്റുമായിട്ട് നമുക്ക് നാളെ രാത്രി 10:10 കാണാം. താങ്ക് യു.